ഇതിവിടെ ഇങ്ങനെ കാർ പാർക്ക് ചെയ്ത് തീർത്തിപ്പിക്കലാണ് പണി. ഒന്ന് തമ്മിലിട വിസ്മയ പാർക്കിലേക്ക് JCB അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും പിടിക്കൽ തന്നെ പണി. മയത്ത് നിന്ന് പൊരിയെന്ന് ഇവിടുന്ന ഫോട്ടോ എടുക്കണ്ടല്ലേ. സോ ഡെയിലി വ്ളോഗ് സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇപ്പോൾ ഇതാ കാലം കൊടിയും പിടിച്ചുകൊണ്ട് വെയിലത്ത് ഇതാ നടുക്ക് ഇവിടെ നിന്ന് പണിയെടുക്കുകയാണ്. സോ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മുതലേ കണ്ടിട്ടോ. ഓക്കെ. സോ ഗൈസ്, കുഞ്ചു എന്തിനാണ് ഇന്നലെ വിളിച്ചതെന്ന് വെച്ചാൽ, കുഞ്ചു കുറേ നാളായിട്ട് വിസ്മയ പാർക്കിൽ ജോലിക്ക് പോക്കുണ്ടായിരുന്നു. 5 ദിവസത്തേക്ക് ആള് വേണം പറഞ്ഞിട്ട്. സോ അവിടെ എന്താ ജോലി എന്നൊന്നും അറിയില്ല. അവൻ പറഞ്ഞത് പാർക്കിങ്ങിൻ്റെ അടുത്ത് അങ്ങനെ എന്തോ പണിയാണെന്ന് വെച്ചാൽ പറഞ്ഞത്. എന്തായാലും ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ, പോയി നോക്കിയിട്ട് വരട്ടെ എന്ത് ജോലി ആയാലും. 9 മണിക്ക് ഓനെത്തും ഇവിടത്തേക്ക്. എത്തിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി പാർക്ക് ചെയ്യിപ്പിക്കലാണ് പണി. ഇതിവിടെ ഇങ്ങനെ കാർ പാർക്ക് ചെയ്ത് തീർത്തിപ്പിക്കലാണ് പണി. ഇവിടെ ഇങ്ങനെ ഒന്ന് പണിയെടുക്കുകയാണ്. വണ്ടി എവിടെയെല്ലാം ഫില്ലായിട്ട് ഇനിയിപ്പം ഇവിടെയാണ് നിർത്തുന്നത്, ഈ ഒരു ഭാഗത്തേക്കാക്കിയിട്ട്. അങ്ങനൊരു കാറ് വരുന്നുണ്ട്. ഇവിടെ ഇതാ ഇങ്ങനെ വെയിലത്ത് നിന്ന് പൊരിയെന്ന് പറയും. നല്ല വെയിലുണ്ട്. ഇതാണ് നമ്മളെ സെക്യൂരിറ്റി മറ്റേ ചങ്ങായി നമുക്ക് പണി പറഞ്ഞിരുന്നത്. അവിടെ ഇങ്ങനെ കാണും. ഈ ബസ്സെല്ലാം അവർ താനെ നിർത്തിക്കോളും. നമ്മുടെ ഈ ചെറിയൊരു കാറ് മാത്രമേ ഇവിടെ നിർത്തുള്ളൂ. ബാക്കിയൊന്നും എടുക്കണ്ടായിട്ടില്ല. അവിടെ ഒരു കാറ് വരുന്നുണ്ട്. എല്ലാം കാറ് ഫില്ലായി. ഇനി നേരെ ഇവിടത്തേക്കാണ്. ഈ ഒരു സ്ഥലത്തും കൂടി കാറ് ഫുള്ള് ഫില്ലാക്കി പാർക്ക് നിർത്തണം. ഇപ്പോൾ സമയം ഏകദേശം 10-11 മണിയായിട്ടുണ്ട്. അപ്പോൾ 11 മണി കഴിഞ്ഞ് ചിലപ്പോൾ 12-1 മണി വരെ ഇവിടെ ഡ്യൂട്ടി. ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഫുഡും കഴിച്ചിട്ട് ഉള്ളിലാണ്. എവിടെയെങ്കിലും പാർക്ക് ചെയ്യിപ്പിച്ച് ഇനിയും എന്താ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവിടെ പോയി പാർക്ക് ചെയ്തോളും, ബാക്കിയില്ല നമ്മൾ പാർക്ക് ചെയ്യിപ്പിക്കണം. ഇതെവിടെ ഒരുത്തരം കൂടി ഉണ്ട്. വെനുവാൻ്റെ ഒപ്പം വന്ന കുഞ്ചു വിളിച്ചിട്ട്. നല്ല ദാഹമുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് വേണം വെള്ളം കുടിക്കാൻ. അത്യാവശ്യം കാർ മേഖലുണ്ട്. ഇതാ അങ്ങനെയാണ് വണ്ടി വരുന്നത്. എന്നിട്ട് ഇവിടത്തേക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ഇതുണ്ട്. ഇതിൻ്റെ മുമ്പ് ഒന്ന് തമ്മിലെടുക്കാം. ഇങ്ങനെ വെച്ചെടുക്കാൻ പറ്റുന്ന തോന്നില്ല. എങ്ങനെ എടുക്കാം? നമുക്ക് നല്ല ദാഹമുണ്ട്. പോയിട്ട് വെള്ളം കുടിക്കാൻ പറ്റുമോ കേട്ട്. ഫുൾ വണ്ടി ഫില്ലായി. ഇനി ഇതാ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. ഇതാണ് 8ാമത്തെ പാർക്കിംഗ് സ്പോട്ട്. ഇതങ്ങനെ ഇത് പിന്നെ ഫുള്ള് പറമ്പാണ്. ഇങ്ങോട്ടേക്കൊന്നും വണ്ടി വിട്ടുകൂടെ. ഇവിടെ മറ്റേ ഇവരെ കമ്പനി വണ്ടി മാത്രമാണ്. ഇതങ്ങ് അവിടെ ജൈൻറ്റ് വീല് കാണാം. താച്ചങ്ങായി അങ്ങ് അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പാർക്കിംഗ് ചെയ്യേണ്ടത്. ഞാനാണ് ഇവിടെ വന്നിട്ട് ഇവിടെയാണ് നിൽക്കുന്നത്. JCB വരുന്നുണ്ട് എന്നാണ് ഓൻ പറഞ്ഞേ. നോക്കട്ടെ. വിസ്മയ പാർക്കിലേക്ക് JCB. അങ്ങോട്ടേക്ക് നേരെ കമ്പനി വണ്ടി മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞേ. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും പിടിക്കൽ തന്നെ പണി. എനിക്ക് നല്ല ദാഹമുണ്ട്. പോയി വെള്ളം കുടിക്കണം എന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് എൻ്റെ ടാഗ്. പാർക്ക് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും സ്ഥലം കാണിച്ചു കൊടുക്കട്ട്. ഇനി അവിടെ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. ആ മൂലക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആയിട്ടാണ് വെക്കേണ്ടത്. ഓക്കെ. ആ ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഉച്ചയാകുമ്പം പോയിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ എനിക്ക് നല്ലോണം വെള്ളം കുടിക്കണം എന്നുണ്ട്. ഇതുവരെയായിട്ട് കുടിച്ചില്ല. ഇനി ഉച്ചയ്ക്ക് പോയിട്ട് വേണം ഫുഡിൻ്റെ ഒപ്പം കുടിക്കാൻ വെച്ചിരിക്കുവാണ്. ഇനി 12 മണി കഴിഞ്ഞാൽ പിന്നെ നേരെ മേലെയാണ് ജോലി. എന്ന് വെച്ചാൽ ഉള്ളിൽ എന്താ ജോലി അറിയത്തില്ല. വെള്ളത്തിനടുത്തോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നോക്കി നോക്കാം. സോ ഒരു ഉല്ലോനെ വെള്ളം കാണിക്കാൻ പറഞ്ഞു വിട്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ എവിടെ ഇങ്ങനെ കാത്തിക്കാണ്. വെള്ളം വേണം. 12 മണിയായി ഏകദേശം. ഓക്കെ. സോ ഈ ഒരു കുട പറയുന്നത് സെക്യൂരിറ്റി ഷിബു PKൻ്റെ കുടയാണ്. ഇത് എവിടെയല്ലേ ഷിബു PK എഴുതി വെച്ചിട്ടുണ്ട്. സോ ഷിബു PK ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഞാനാണ് കൊടിയെടുത്തത്. ഇവിടുന്ന് ഫോട്ടോ എടുക്കണ്ടല്ലേ.
ഏതാ മരം. ഉച്ചയായി ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല. ഓക്കെ, കുട നമുക്ക് ഫ്രീ. കൈ കഴുകണ്ടേ? ഉച്ചയ്ക്ക് ശേഷം ഉള്ളിലാണ് പണി. അതവിടെ ഉള്ളിൽ അവിടെയായിട്ടാണ് പണി. ഞാൻ അവിടെ വിസിൽ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, വിസിൽ കിട്ടിയിട്ടുണ്ട്. ഇനി എവിടെയാണ് പറഞ്ഞത്? അങ്ങനെ അവിടെയാറ്റ പണി. ഇതിലുണ്ട് ഇവിടെ കുട, ഇതാ വള്ളലുണ്ട്. ഇവിടെയാണ് പണി. ഇവിടുന്ന് താഴേക്ക് വരുന്നവരെ വേഗം അപ്പുറത്തേക്ക് മാറ്റിയിട്ട് പോകാൻ പറയണം. ഇവിടെ നിൽക്കാൻ പാടില്ല. ഇവിടെ അധിക സമയം നിന്നാൽ അടുത്ത വരുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി വൈകുന്നേരം വരെ ഇവിടെ തന്നെയാണ് പണി. ഓക്കെ, ജോബ് വെറും ബോറിംഗ് ആയി. ഇവിടെ നിന്നിട്ട് അത്ര ആൾക്കാർ വരുന്നില്ല. അപ്പോൾ വരുന്നവരെ അനുസരിച്ച് നോക്കിയിട്ട് അവരെ അങ്ങോട്ടേക്ക് മാറ്റി കൊടുത്താൽ മതി. അത്ര പോരാ. പക്ഷെ നമുക്ക് എന്തൊരു ജോലി കിട്ടിയാലും ആ ഒരു ജോലി നമ്മൾ നല്ല സ്മാർട്ടായിട്ട് ചെയ്യണം. അതിലാണ് കാര്യം. കുഞ്ചു മോനെ നമ്മളെ പണി ഏൽപ്പിച്ച് തന്നേതാ ആളിതാ ഇവിടെ ഉണ്ടെങ്കിൽ. ഇവിടെ മുറ്റത്ത് ഇരുന്നായിരുന്നു. ഇവിടെ ഇരുന്നായിരുന്നു സമാധാനമായി. വെള്ളമായി ഇതിലെല്ലാം ഞാൻ തുടച്ചിട്ട് ഇരിക്കട്ട്. ഇവിടെ തന്നെ ഇരുന്നായിരുന്നു അടുത്ത് കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം ഉണങ്ങിയത്. അത്യാവശ്യം ആൾക്കാർ ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എടുത്തിട്ട് മേലോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഓടിച്ച് താഴേക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിപ്പിച്ചത്. ഇത് റൈഡ് ഫുള്ള് അങ്ങ് കാലിയാവും. എല്ലാവരും എടുത്തിട്ട് പോയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. അവിടെ സമയം ഏകദേശം 2:45 ഇപ്പോൾ ഒന്നും ആരുമില്ല. സാധനം കണ്ട എല്ലാം അവിടെ കിടക്കുന്നുണ്ട്. അത്ര ആരുമില്ല. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് പോസ്റ്റായിട്ട്. അത്യാവശ്യം കാർമേഘം കാണുന്നുണ്ട്. വൈകുന്നേരം മഴ പെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം അത്ര വലിയതില്ല. ഇപ്പം ആരാണ് ഇത് സ്വിച്ച് ഓൺ ആക്കി വിടുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. അവസാനം മേലെ പോയി നോക്കേണ്ടി വരും. എന്നാലേ അറിയത്തില്ല. മഴ വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അത്യാവശ്യം മേഘത നല്ല ഇരുണ്ട് നിൽക്കുന്നുണ്ട്. ചെറുങ്ങനെ പാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 3:30 അത്ര. മഴ പെയ്താലും റൈഡലും വർക്കിംഗ് ആയിരിക്കും. റൈഡലും ഫുള്ള് സെറ്റ് തന്നെയായിരിക്കും. എന്തായാലും വൈകുന്നേരം 6 മണി വരെ ആയിട്ടാണെന്ന് പറഞ്ഞത് ഇവിടെ സമയം. എന്തായാലും വന്നവർക്ക് മുതൽ അതിന് നല്ല മഴ പാറുന്നുണ്ട്. ചെറുങ്ങനെ പെയ്യുന്നില്ലു. ഞാൻ ഇവിടെ ഇതാ പൊടിയും പിടിച്ചിട്ടുമാണ്. സോ ആരും കണ്ണട വീണ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കാലും പൊടിയും കിട്ടുമോ നോക്കട്ടെ. അങ്ങനെയാണ് നമുക്കിത് അടിച്ചു മാറ്റാം. ഉടമസ്ഥൻ തിരിച്ചത് വരുമോ അറിയില്ല. വന്നിട്ടില്ലെങ്കിൽ സെറ്റ് കണ്ണടയോ. എൻ്റെ കാല് ഇവിടെ എവിടെയെങ്കിലും എവിടെയും കാണുന്നില്ല. കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നല്ല മഴയാണ്. തൊട്ടപ്പുറം റോളർ കോസ്റ്ററിലെ തിരക്ക് ഞങ്ങൾ. അതങ്ങ് അവിടെ വേറെ റോളർ കോസ്റ്ററിന് വേണ്ടിയിട്ട്, അത് ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ്. അപ്പുറം ഇപ്പോൾ 4:30 ഏകദേശം മഴ നിന്നിട്ട് കാണാം. കുറച്ച് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ അങ്ങോട്ടേക്കെങ്കിലും പോയിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കൂട്ടാനാകുമ്പോൾ ₹4 ജസ്റ്റ് ഒരു ചിക്കൻ റോൾ. നേരെ വൈകുന്നേരം വീട്ടിൽ പോകുന്നതിനൊക്കെ വേറെ എവിടെന്നെങ്കിലും കയറിയിട്ട് ഒന്നും വാങ്ങി കഴിക്കാം. അപ്പോൾ തൽക്കാലം ഇത് കഴിക്കണം. ഇപ്പോൾ കുറച്ച് ചോറുണ്ടല്ലോ. ഏകദേശം അവസാനിക്കാനായി. 6 മണിയാകുമ്പോഴേക്ക് നിൽക്കും. ഇപ്പോൾ ഏകദേശം 5:50 ഞാൻ നല്ല വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം സമയമായി. സൈറൻ അടിച്ചു. സോ ബൈ ബൈ ചെയർ. നാളെ കാണാം. ഇങ്ങോട്ട് കാണിക്ക്. തീയന്നെ. അപ്പോൾ കുട്ടിന് തന്നെ പണി. ഇടുന്ന് കിട്ടുന്ന എല്ലാം പൊറുക്കി വീട്ടിൽ കൊണ്ട് പോകും. ഓക്കെ, ഇനി വീട്ടിൽ പോവാം. 300 കൊടുത്തു. 300
രാവിലെ ടിപ്പ് കിട്ടിയ ടിപ്പല്ല ലൊട്ടയായിട്ട് എല്ലാവരുടെ ടിപ്പ് കിട്ടിയത് രാവിലെ പാർക്കിങ്ങിന് നിന്നിട്ട് ടിപ്പ്. എനിക്ക് 2 സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഒരു ബിസ്ക്കറ്റും കുപ്പായും. ഓക്കെ കേട്ടല്ലേ എടുക്കണേ. കുറച്ചിനി കടകെത്തി. ആരുമില്ലടാ, തുറന്നിട്ടില്ലേ? ആ ഇതല്ലേ ആള്. ഹായ്, നമസ്കാരം. ബാ ചായ ടോക്കാം. അവിടെ ടേസ്റ്റ് നമ്മളെ എടുക്കാൻ വന്നേ. ക്യാമറയൊക്കെ ഉണ്ട് എടാ. നാളെ എൻ്റെ ആകെ ഒറ്റ തേങ്ങ ഉണ്ടായി. തേങ്ങ എൻ്റെ തേങ്ങ തീർത്തിട്ട് സമയം ഏകദേശം 6:30 രണ്ടാമത് വാങ്ങിയിട്ടുണ്ട്. രണ്ടാമത് ചായ കിട്ടാൻ വേണ്ടി കാതൊക്കെയാണ് പൊലിച്ചു. ചായ കിട്ടി. എന്താ രാത്രി ചോറ് 8:30 വെക്കുന്നുണ്ടോ? രാത്രി 8:30 ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞേ. കുഞ്ചുവിന് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. അവിടെ നിന്നെ കണ്ടേരം തന്നെ ഇങ്ങനെ സീന്. ബാബാ പോവാം. അല്ല ഇത് വേറെ നായ. മൈ ഗോഡ് ബ്രോ, ബാക്ക് തന്നെയുണ്ട്. ഇവിടെ കേട്ടപ്പോ ഓക്കെ. ചായ കുടിച്ചതിന് നേരെ വീട്ടിലെത്തിയിട്ടാണോ? സോ ഗൈസ്, തിരിച്ച് റൂമിലേക്ക് എത്തി. ഇപ്പൊ സമയം ഏകദേശം 7 മണിയായിരിക്കുകയാണ്. ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. സോ ഇവിടെ പാർട്ട് ടൈം ആയിട്ട് എടുക്കുന്നതാണ്. വെറും 4 ദിവസത്തേക്ക് ഇനി ആളെ വേണ്ടു. അപ്പൊ ഈ ഒരു മാസം അവസാനം വരെ അവിടെ 2 പിള്ളേരുണ്ടായിന്. അവർ ഇതിന്റെ ഗ്യാപ്പിൽ കിട്ടിയതാണ്. സോ നാളെയും മറ്റന്നാളും അതിന്റെ അപ്പുറം ഞാൻ മിക്കവാറും പോകും. സോ അത് വെച്ചാൽ 7ാമത്തെ ഡേ 7 വരെ ഉണ്ടാവും. എപ്പിസോഡ് 7 വരെ ഉണ്ടാവും. സോ എപ്പിസോഡ് 7 ഞാൻ പറയാം എത്ര സാലറി എനിക്ക് കിട്ടിയെന്ന്. അപ്പോൾ സാലറി എത്ര കിട്ടിയെന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എപ്പിസോഡ് 7 വരെ കാത്തിക്കാം. സോ എപ്പിസോഡ് 8 എന്ന് വെച്ചാൽ 31-ാം തീയതി വരെ ആളെ വേണം. പക്ഷെ 31-ാം തീയതി എനിക്ക് വേറെ പണിയുണ്ട്. ഇതിനെക്കാട്ടി വലിയൊരു സർപ്രൈസ് ഉണ്ട്. സോ എപ്പിസോഡ് 8 അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇന്നത്തെ വ്ളോഗിൽ ഇപ്പം തന്നെ കുറച്ച് ലെങ്ത് കൂടിയെന്ന് അറിയാം. ബട്ട് ഞാൻ എല്ലാം എഡിറ്റ് ചെയ്തിട്ട് വേഗം ഇടാൻ നോക്കട്ടെ. ഇപ്പോൾ 7 മണിയായി. പരമാവധി വേഗം പോയി കുളിച്ച് ഫുഡും കഴിച്ച് എഡിറ്റ് ചെയ്യായിരിക്കും. ഡെയിലി വ്ളോഗ് സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡ് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ രാത്രി 7 മണിക്ക് 5ാമത്തെ എപ്പിസോഡ് ആയിട്ട് കാണാം. അതുവരേക്ക് ഇറ്റ്സ് മീ യദു. ഗുഡ് ബൈ. I'm taking shots at the enemy. I'm gonna make it to the top, leave a legacy. If I got something to say, you better let me speak. Turn it up a new degree, bitch, you ain't seen anything. I pop off with the new rock, electronic, blow the sonic roof up. I'm too honest when I take a